ഹലോ, നമുക്കേ ഇന്നൊരു സിമ്പിൾ ചില്ലി ചിക്കൻ ആയാലോ? അതിന് ഏകദേശം 1/2 കിലോ ഇല്ല അടുപ്പിച്ച് ചിക്കൻ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുത്തതിൻ്റെ ബാക്കിയാണേ. പിന്നെ അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, 5-6 പച്ചമുളകുണ്ട്, ക്യാപ്സിക്കം, അതുപോലെ സവാള. ഇതൊക്കെ നമ്മളൊന്ന് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കാം. സവാള ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് വലിയായിട്ട് എടുത്തിട്ടാൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കോൺഫ്ലവറിലൊന്നും മുക്കി പൊരിച്ചെടുക്കാതെ സിമ്പിളായിട്ട് എളുപ്പം വീട്ടിൽ ചെയ്യാവുന്ന രീതിക്കാണേ. അതിനൊരു പാൻ അടുപ്പിൽ വെക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തു. അതിലേക്ക് ചിക്കൻ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. വറുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഇതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി അതൊന്ന് വെന്ത് ആ വെള്ളമെല്ലാം വറ്റി ഈ ഒരു പരുവമാകും ചിക്കൻ. ഒരു മീഡിയം ഈ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേന് നമ്മളതിലേക്ക് ഒരു 3 സ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട്. 3 സ്പൂണ് സോയാ സോസ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണിനും 2 സ്പൂണിനും ഇടയ്ക്ക് ചില്ലി സോസ്. 1.5 സ്പൂൺ മതി. സത്യം പറഞ്ഞാൽ റെഡ് ചില്ലി സോസ് ആയിരുന്നു ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രീൻ ചില്ലി ഉപയോഗിക്കുന്നു. പിന്നെ ടൊമാറ്റോ സോസും അത്രയും തന്നെ, ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ഒഴിച്ച് നമ്മളിതൊരു 3 മിനിറ്റ് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 3 മിനിറ്റ്. അപ്പോൾ 3 മിനിറ്റൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ വരും. ഇത് റെഡ് കളർ വരണ്ടേ, ഞാൻ പറഞ്ഞല്ലോ റെഡ് ചില്ലി സോസ് കൊടുക്കണമായിരുന്നു. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അത് വഴന്ന് വരുന്നത് ഒരു 5 മിനിറ്റ് വീണ്ടും ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു 5 മിനിറ്റ്. അതിനുശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, ക്യാപ്സിക്കം. സവാള ഒരു 1.5 സവാളയുണ്ട്, ഒരു ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ വഴട്ടി കൊടുത്തുകൊണ്ടിരിക്കണം. 5 മിനിറ്റ്. അപ്പം വീണ്ടും 5 മിനിറ്റത്തേന് അത് ഒന്ന് വഴട്ടി കൊടുത്ത് റെഡിയാക്കി എടുക്കണം. ഇതിന് നല്ല റെഡ് കളറും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ റെഡ് ചില്ലി സോസ് തന്നെ ചേർക്കണം. ഇല്ലെങ്കിലും ടേസ്റ്റിനകത്തൊരു കോംപ്രമൈസും ഇല്ല. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 1 കപ്പ് വെള്ളം, ഒരു 5 മിനിറ്റിന് ശേഷം 1 കപ്പ് വെള്ളം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തില്ലല്ലോ. ഉപ്പ് ഈ സോയാ സോസിനൊക്കെ ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇനി ഇച്ചിരി എരി അനുസരിച്ച് വേണമെങ്കിൽ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണ്. അത് നിങ്ങളുടെ എരിക്കനുസരിച്ച് കേട്ടോ. എരി നോക്കിയിട്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇവിടെ കുട്ടികളൊക്കെ